ജീവിതം എല്ലാവർക്കും ഒരു തിരക്ക് പിടിച്ച ജീവിതമാണ്. ആ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്ത സമയം വളരെ കുറവാണ് നമുക്ക്. അതിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്തു പോരുന്നതെന്ന് ഒരു കാര്യം നിങ്ങൾക്കും പറഞ്ഞു തരാം എന്ന് വിചാരിക്കുന്നു. ആദ്യം നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ക്രമേണ അതൊരു ശീലമായി തീരും. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഇത് പുതുതായിട്ടുണ്ടാക്കിയ ട്രിക്കൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നെ ഒരു ശീലമാണ്. അത് ഞങ്ങൾക്ക് ഇന്നൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. അത് രാവിലെ അത് ചെയ്യാതെ ഞങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാകത്തില്ല. എവിടെയായിരുന്നെങ്കിലും ഞങ്ങളത് ശീലിച്ചു പോയി. അപ്പം അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ കിടക്കയിലിരുന്നുകൊണ്ട് നമ്മുടെ 2 കൈകളും ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ആരാധിക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരും ഓരോ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടായിരിക്കും. ആ ഈശ്വര ചൈതന്യം നമ്മൾ ഈ ഉള്ളം കൈയിലുണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുക. സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അതിൽ തന്നെ ഉറ്റു നോക്കിക്കൊണ്ട് വേറെ പരിസരങ്ങളെല്ലാം നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് മറക്കുക. എന്നിട്ട് നമ്മൾ ആ ഉള്ളം കൈയിലെ ആ ചൈതന്യം തന്നെ ശ്രദ്ധിച്ച് 1 മിനിറ്റ് നോക്കിയിരിക്കണം. 1 മിനിറ്റ് കുറയരുത്, 1 മിനിറ്റ് നോക്കിയിരിക്കണം. ആദ്യമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെല്ലാം അവിടെ ഇവിടെയൊക്കെ പോകും. ക്രമേണ നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ബോധമണ്ഡലത്തിൽ ഒരു ഊർജം ഉണ്ടാകുന്നത് മാതിരി നമുക്കൊരു തോന്നലുണ്ടാകും. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഈ 2 കൈയും നമ്മൾ നമ്മുടെ മുഖത്തേക്ക് അടുപ്പിക്കണം. മുഖത്ത് പൊത്തിപ്പിടിക്കുന്ന മാതിരി മുഖത്ത് അടുപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം 1 മിനിറ്റ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീർഘശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ദീർഘശ്വാസം എടുക്കുക, വിടുക. അങ്ങനെ 1 മിനിറ്റ് ആദ്യമൊക്കെ നിങ്ങളൊരു 3 പ്രാവശ്യം ചെയ്യുക. അത് ക്രമേണ അത് നീട്ടിക്കൊണ്ടുവന്ന് 1 മിനിറ്റ് ആക്കിയാൽ മതി. അത്രയും നേരം നമ്മളതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്കൊരു ഊർജം പ്രവഹിക്കുന്ന പോലെ തോന്നും. രാവിലെ നമ്മൾ കിടന്നുറങ്ങിയ ആ ക്ഷീണം എല്ലാം നമ്മുടെ മാറും. നമുക്കൊരു ഉന്മേഷം കൈവരും, ഒരു ഊർജം കൈവരും. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥനയും കൂടെ ചെയ്യുക. ഇന്നത്തെ ദിവസം എനിക്ക് നല്ലതായിരിക്കണേ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധവും ഉണ്ടാകരുത്, എല്ലാ പ്രവൃത്തികളും നേരായ രീതിയിൽ കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ദിനചര്യകളിലേക്ക് കിടക്കാം. അപ്പോൾ ആ ദിനചര്യകളിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മൾ റൂമിലോ എവിടെയാണോ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് അവിടെ ഒരു മൊബൈലിൽ നിന്നോ റേഡിയോയിൽ നിന്നോ നല്ല ഭക്തി ഗാനങ്ങളോ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഗാനങ്ങളോ അതും കേട്ടുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അവിടെ ഇവിടെ ഒന്നും സഞ്ചരിക്കത്തില്ല. നിങ്ങളുടെ ജോലിയും ക്രമേണ നല്ല ഇതായിട്ട് നമുക്ക് വെടിപ്പായിട്ട് ചെയ്തു തീർക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ഒരു ദിവസം നല്ല ഒരു ദിവസമായിട്ട്, നന്മ നിറഞ്ഞ ഒരു ദിവസമായിട്ട്, എല്ലാ ആളുകളോടും നന്മ ചെയ്യാനുള്ള ഒരു ബോധമുണ്ടായിക്കൊണ്ട് അങ്ങനത്തെ ഒരു പ്രവൃത്തി ദിവസമായി തീരും. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ പോവുകയാണെങ്കിലും അല്ലാതെ വീട്ടിലുള്ളവരാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ചിന്തകളുണ്ടാവും. ഞങ്ങൾ ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ ജോലി എനിക്ക് ശരിയായിട്ട് ഇന്ന് ചെയ്യാൻ സാധിക്കുമോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് തീരുമോ എന്നൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് കാണും. ആർക്കെങ്കിലും എൻ്റെ ജോലി കൊണ്ടൊരു വിഷമം ഉണ്ടാവുമോ, ഇല്ലെങ്കിൽ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വരുമോ, അങ്ങനെ പല ചിന്തകളും ഉണ്ടാവും. ആ ചിന്തകളൊന്നും നമ്മൾ ഈ പാട്ട് കേട്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകത്തില്ല. ടെൻഷനും പകുതി ഇല്ലാതാവുമ്പോൾ തന്നെ നമ്മുടെ പ്രവൃത്തികളും നല്ലതായിട്ട് വരും. ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ മനസ്സർപ്പിച്ച് ചെയ്യുക. ആദ്യമായി നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളാണെങ്കിലും അതിൽ ക്രമേണ നമ്മൾ അതിലങ്ങ് ശ്രദ്ധിച്ച് ഇൻവോൾവ് ആകും. അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ആയിട്ട് തോന്നാത്ത രീതിയിൽ നിങ്ങളത് ചെയ്തു തീർക്കുക. ഏതായാലും നമുക്ക് ആ പ്രവൃത്തി ചെയ്യണം. ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കും തൃപ്തിയാവും,
നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയും തൃപ്തിയാവും, അല്ല വീട്ടിലാണെങ്കിൽ അവിടെയും നമുക്ക് തൃപ്തിയാവും, എല്ലാവർക്കും തൃപ്തിയാവും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ഉടനെ.